ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബംഗ്ലാദേശുകാരുടെ ഡിഷുകളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അവരുടെ ബിരിയാണിയും വലിയ റൊട്ടിയും പിന്നെ അവരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും സലാഡും സമൂസ പോലുള്ള എണ്ണക്കടികളും പിന്നെ അവരുടെ ബംഗ്ലാദേശി സ്വീറ്റ്സും ആട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഖത്തറിലെ നെജ്മയിലെ ലുലു എക്സ്പ്രസിൻ്റെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരുപാട് ബംഗ്ലാദേശുകാർ വൈകിട്ടായാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ തമ്പടിക്കുന്ന ഒരു ഏരിയ ആട്ടോ ഇവിടെ. ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയ ആദ്യം കാണുന്നത് ഒരുപാട് സ്വീറ്റ്സ് ആട്ടോ. ബംഗ്ലാദേശി സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ട്, പാൽഗോവ, പിന്നെ അതുപോലെ രസഗുള, അങ്ങനെ പേരറിയാത്തതും അറിയുന്നതുമായ ഒരുപാട് സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. മധുരത്തിനോട് വലിയ പ്രിയമില്ലാത്തതുകൊണ്ട് ഇവരുടെ സ്പെഷ്യൽ ബിരിയാണിയും വലിയ റൊട്ടിയും ചിക്കൻ കറിയായിട്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫുഡൊക്കെ ഓർഡറാക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ റൊട്ടി അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബംഗ്ലാദേശുകാർ തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ കറിയും ഇവരുടെ വലിയ റൊട്ടിയും വന്നു കേട്ടോ. നല്ല വലുപ്പമുള്ള റൊട്ടിയാട്ടോ ഇവരിവിടെ കൊടുക്കുന്നത്. 1 റിയാലാണ് ഇതിൻ്റെ റേറ്റ്. റൊട്ടിയുടെ വലുപ്പം കണ്ടിട്ട് ഞങ്ങൾ ആകെ ഒരു റൊട്ടിയാട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിക്കൻ കറിക്ക് 5 റിയാലാണ് റേറ്റ് വരുന്നത്. 2 വലിയ പീസുള്ള ചിക്കൻ കറി, പിന്നെ കറി അൺലിമിറ്റഡ് ആട്ടോ, ഗ്രേവി, പിന്നെ അതിൻ്റെ കൂട്ടൊരു സലാഡും ഉണ്ടാവും. റൊട്ടിന്ന് വലിയൊരു പീസ് എടുത്തിട്ട് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു നോക്കി. സംഭവം നല്ല രസമുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വിചാരിച്ച പോലെയൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. റൊട്ടിയും ചിക്കൻ കറിയും കഴിച്ചതിൻ്റെ ശേഷം ഇവരുടെ ചായ കുടിച്ചിട്ട് പിന്നെ ഇവരുടെ മധുര പലഹാരങ്ങളുണ്ടല്ലോ, ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് വന്നതാണ്. ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും നല്ല റഷായിരിക്കും കേട്ടോ. സമൂസ പോലുള്ളൊരു എണ്ണക്കടിയാട്ടോ നമ്മളിവിടെ ട്രൈ ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത് ഇവരുടെ ബിരിയാണി ആട്ടോ. നമ്മൾ ഡൽഹിയിലൊക്കെ കിട്ടില്ല മുറാദാബാദി ബിരിയാണി, അതുപോലെ ആട്ടോ കാണുമ്പോൾ, ലുക്ക് വൈസ് കാണുമ്പോൾ മുറാദാബാദി സ്റ്റൈലുണ്ട്, പിന്നെ അതിലേക്കൊരു ഗ്രേവി ഉണ്ടാവും കേട്ടോ. ഒരു വലിയ പീസ് ചിക്കനാട്ടോ അതിലുണ്ടായിരുന്നത്. ഓൾറെഡി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ബിരിയാണി എടുത്ത് ഷെയർ ആക്കിയിട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണിക്ക് പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. സംഭവം കുഴപ്പമൊന്നുമില്ല, രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.